ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന വിഷയം അംബേദ്കറെ കുറിച്ചാണ്. ഡോക്ടർ ഭീമറാവു റാംജി അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപകർത്താവായിട്ടാണ് പ്രശസ്തനായത്. ഒരു സാമൂഹിക പരിഷ്കർത്താവും നേതാവുമായിരുന്നു. മറാത്തി ദളിത് കുടുംബത്തിൽ ജനിച്ച അംബേദ്കർ സമുദായത്തിലെ അനീതി നേരിട്ട് കണ്ടവരിൽ ഒരാളായിരുന്നു. ബാല്യം ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. ബാല്യകാലത്ത് തന്നെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അപമാനങ്ങളും അവഗണനകളും നേരിടേണ്ടി വന്നു. ഈ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ വിദ്യാഭ്യാസത്തിലും സാമൂഹിക നീതിയിലും മുൻപന്തിയിലാക്കി. അദ്ദേഹത്തിൻ്റെ സാമൂഹിക പരിഷ്കരണത്തിലൂന്നിയ പ്രവർത്തനങ്ങളും സംഭാവനകളും ഇന്ത്യൻ സമൂഹത്തിൻ്റെ രൂപരേഖയെ മാറ്റിമറിക്കാൻ സഹായിച്ചു. സാമൂഹിക വിമർശനങ്ങളും അപമാനങ്ങളും വളരെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബോംബെ സർവകലാശാലയിൽ നിന്നും ബിരുദവും ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിൽ നിന്നും MA ബിരുദവും 1997 PhD ബിരുദവും നേടി. തുടർന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ബിരുദവും ബാരിസ്റ്റർ ബിരുദവും കരസ്ഥമാക്കി. സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 1920കളിൽ അദ്ദേഹം മുംബൈയിൽ ബഹിഷ്കൃത ഹിറ്റ്കർണി സഭ സ്ഥാപിച്ചു. ദളിതരുടെ അവകാശങ്ങൾക്കായി പോരാടാൻ ഒരു സംഘടന അതായിരുന്നു. 1927 അദ്ദേഹം മഹത് സത്യാഗ്രഹം എന്ന പേരിൽ വെള്ളം കുടിക്കുന്നതിനുള്ള അവകാശം നേടുന്നതിന് ഒരു സമരം നയിച്ചു. ഇത് വളരെ ശ്രദ്ധേയമായിരുന്നു. ഇത് ദളിതർക്ക് പൊതുജലാശയങ്ങളിൽ നിന്ന് വെള്ളം കുടിക്കാൻ അവകാശം നൽകുന്നതിനായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 1930 ഗാന്ധിജിയുമായി പരസ്പര വിദ്വേഷവും ഉണ്ടായിരുന്നു. 1932 ബ്രിട്ടീഷ് സർക്കാരുമായി പൂന പാക്ട് എന്ന കരാറിൽ ഒപ്പിട്ടു. ദളിതർക്കുള്ള സംവരണം ഉറപ്പാക്കുന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന വിഷയം. 1942 അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ അംഗമായതോടൊപ്പം 1947 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായും നിയമിതനായി. ഭരണഘടനയുടെ രൂപകർത്താവ് ആയിത്തീർന്നു. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഭരണഘടന രൂപകൽപ്പന ചെയ്യാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു അംബേദ്കർ. അംബേദ്കറിന്റെ ഭരണഘടനാ രൂപകൽപ്പനയിൽ തുല്യ അവകാശങ്ങൾ, വ്യക്തിസ്വാതന്ത്ര്യം, സഹിഷ്ണുത, സാമ്പത്തിക നീതി എന്നിവ പ്രധാനമായി. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ അത് ലോകത്തിലെ ഏറ്റവും സമഗ്രമായ ഭരണഘടനയിൽ ഒന്നായി മാറി. 1935 നവീൻ മാനിൽ ഒരു കോൺഫറൻസിൽ സംസാരിക്കുമ്പോൾ ദളിതർക്ക് തുല്യ അവകാശങ്ങൾ ലഭിക്കുന്നതിന് മതപരിവർത്തനം ഒരു അനിവാര്യതയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. 1956 നാഗ്പൂരിൽ വലിയൊരു ചടങ്ങിൽ ആയിരക്കണക്കിന് അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചു. അംബേദ്കറുടെ ആശയങ്ങളും വിസ്താരങ്ങളും സിദ്ധാന്തങ്ങളും ഇപ്പോഴും സാമൂഹ്യ നീതി, മാനവാവകാശം, വിദ്യാഭ്യാസം എന്നിവയിലെ അഭിമുഖങ്ങൾക്കുള്ള പ്രചോദനമായിരിക്കുന്നു. 1956 ഡിസംബർ 6 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ചരമദിവസം മഹാപരിനിർവാണ ദിനമായി ആഘോഷിക്കുന്നു. 1990 ഭാരതരത്ന പുരസ്കാരം കിട്ടി. ഡോക്ടർ അംബേദ്കർ നാഷണൽ മെമ്മോറിയൽ 1992 മുംബൈയിൽ സ്ഥാപിച്ചു. ഇന്ത്യയിലുടനീളമുള്ള സർവകലാശാലകളിൽ അംബേദ്കർ സ്റ്റഡീസ് എന്ന വിഷയത്തിൽ ഗവേഷണ കേന്ദ്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് 1936 എഴുതിയതാണ്. ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യയിലെ സാമൂഹിക അസമത്വങ്ങളും അനീതിയും നേരിടാൻ അദ്ദേഹത്തിൻ്റെ രചനകൾ വലിയ പ്രചോദനമാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ദർശനങ്ങളും ഇന്നും പ്രസക്തമാണ്. നിരവധി സാമൂഹിക സംഘടനകളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും അംബേദ്കറുടെ ആശയങ്ങളിൽ നിന്നുള്ള പ്രചോദനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ജനങ്ങളുടെ പുരോഗതിക്കും നന്മയ്ക്കും, പ്രത്യേകിച്ച് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയുമായി ഇദ്ദേഹം പൊരുതിയത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു യഥാർത്ഥ ഹീറോയാണ് അംബേദ്കർ. അടിസ്ഥാനവർഗ ജനതയുടെ നവോത്ഥാന നായകൻ, ഇന്ത്യൻ നിയമജ്ഞൻ, പണ്ഡിതൻ, രാഷ്ട്രീയ നേതാവ് ഒക്കെയാണ് ഇദ്ദേഹം. ഇന്ത്യൻ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടുന്നതിനും തൊട്ടുകൂടായ്മയ്ക്കെതിരെ പോരാടുന്നതിനും തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ
നിയമമന്ത്രിയും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലണ്ടനിൽ പോവുകയും പല ഗവേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഒടുവിൽ പ്രാചീന ഭാരതത്തിലെ വാണിജ്യ രീതികളെക്കുറിച്ച് ഒരു പഠനം യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ചു. ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി, ഇറ്റ്സ് ഓറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്നതായിരുന്നു ഗവേഷണ വിഷയം, അദ്ദേഹത്തിൻ്റെ പഠന വിഷയം. ഇതിന് അദ്ദേഹത്തിന് മാസ്റ്റർ ബിരുദം കിട്ടി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 100-ലേറെ വർഷങ്ങളിൽ രൂപ എങ്ങനെ ഒരു സാമ്പത്തിക കൈമാറ്റ ഉപകരണമായി മാറി എന്നും എന്തായിരിക്കണം ഇന്ത്യക്ക് ചേരുന്ന കറൻസി എന്നും അദ്ദേഹം തൻ്റെ പഠനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടിയ അറിവ് 1926 ഇന്ത്യയിൽ RBI സ്ഥാപിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്, അതായത് ഹിൽട്ടൺ യങ് കമ്മീഷന് മുമ്പിൽ വയ്ക്കുകയും രൂപയുടെ നിയന്ത്രണം RBIയുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അന്ന് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. താഴ്ന്ന ജാതിക്കാരോടുള്ള അവഗണനയോട് അദ്ദേഹം പോരാടി. അധകൃത സമുദായത്തിൻ്റെ ശബ്ദമുയർത്താൻ 1927 അദ്ദേഹം സ്വന്തം പത്രം തന്നെ തുടങ്ങി. ബഹിഷ്കൃത് ഭാരതം എന്നായിരുന്നു പത്രത്തിൻ്റെ പേര്. ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഭരണഘടനയെക്കുറിച്ച് പറയാതെ വയ്യല്ലോ. എന്നാലും നമുക്ക് അത് വിശദമായി പിന്നീട് ഈ വീഡിയോയിൽ നോക്കാം. അംബേദ്കറുടെ ചരമദിനമായ ഡിസംബർ 6 അംബേദ്കർ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നുവെന്ന് പറഞ്ഞുവല്ലോ. അംബേദ്കറെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് പരാമർശിക്കേണ്ടി വരും. മതത്തിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും വ്യത്യസ്ത ധ്രുവങ്ങളിലായിരുന്നു. ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥ ഒരു ദൈവിക വ്യവസ്ഥയാണെന്നും അതിനാൽ അത് സനാതനം അല്ലെങ്കിൽ മാറ്റമില്ലാത്തതാണെന്നും അത് മാറ്റാൻ പാടില്ല എന്നുമായിരുന്നു ഗാന്ധിജിയുടെ വിശ്വാസം. അയിത്തവും അനാചാരങ്ങളും ഇല്ലാതാക്കി ജാതി വ്യവസ്ഥ പരിഷ്കരിച്ചാൽ മതി എന്ന നിലപാടായിരുന്നു ഗാന്ധിജിക്ക്. അതിനാണല്ലോ അദ്ദേഹം അയിത്തോച്ചാടന പരിപാടി ആവിഷ്കരിച്ചത്. എന്നാൽ ജാതി വ്യവസ്ഥ ഹിന്ദുമതത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞ അംബേദ്കർ ജാതി നശിപ്പിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. ഹിന്ദുമതത്തിൻ്റെ വിശുദ്ധ സംഹിതകളെ അദ്ദേഹം പുച്ഛിച്ചു തള്ളി. ജാതി വ്യവസ്ഥയുടെ ദൈവികതയെ നിഷേധിച്ച അദ്ദേഹം അത് സനാതനമല്ല എന്ന് പ്രഖ്യാപിച്ചു. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന അടിസ്ഥാന മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് അംബേദ്കർ വിഭാവന ചെയ്തത്. ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച് ഗാന്ധിജിക്കും മറ്റുമുള്ള മറുപടികളുടെ പുസ്തക രൂപമാണ് 1936 പ്രസിദ്ധീകൃതമായ അദ്ദേഹത്തിൻ്റെ ജാതി നിർമൂലനം എന്ന കൃതി. നേരത്തെ അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് പരിചയപ്പെടണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് വിത്ത് എ റിപ്ലൈ ടു ഗാന്ധി, സ്റ്റേറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ്, ഗാന്ധി ആൻഡ് ഇമാൻസിപ്പേഷൻ ഓഫ് ദ അൺടച്ചബിൾസ്, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പി, അടിസ്ഥാന വർഗ ജനതയുടെ നവോത്ഥാന നായകൻ, ഇന്ത്യൻ നിയമജ്ഞൻ, പണ്ഡിതൻ, അധസ്ഥിതരുടെ രാഷ്ട്രീയ നേതാവ്, ഇന്ത്യൻ ബഹുമുഖ പ്രതിഭ, പൗരാവകാശ പ്രവർത്തകൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ബുദ്ധികേന്ദ്രം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഏപ്രിൽ 14 അംബേദ്കർ ജയന്തി ഓർ ഭീം ജയന്തി ആഘോഷിക്കുന്നു. അത് അംബേദ്കറുടെ ജന്മദിനമാണല്ലോ. ഇപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില കോഴ്സുകളെ കുറിച്ചൊന്ന് നോക്കാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ സമൂഹമാണ് എൻ്റെ മാതൃക. ഒരു ഭാഗത്ത് നടക്കുന്ന മാറ്റം മറ്റു ഭാഗങ്ങളിലേക്ക് വഹിക്കാൻ കഴിയുന്ന ചാനലുകൾ നിറഞ്ഞതും ചലനശക്തി ഉള്ളതുമാവണം ഒരു മാതൃക സമൂഹം. പന്തിഭോജനത്തിലൂടെയും ഒറ്റപ്പെട്ട മിശ്രവിവാഹങ്ങളിലൂടെയും ജാതീയത തുടച്ചു മാറ്റാനാവില്ല. ജാതി എന്നത് ഒരു മാനസിക അവസ്ഥയാണ്. സ്ത്രീകൾ എത്രത്തോളം പുരോഗതി കൈവരിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയെ വിലയിരുത്തുക. സ്ത്രീകൾ നയിക്കുന്ന മുന്നേറ്റങ്ങളിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരെ വിശ്വാസത്തിലെടുത്ത വിധത്തിലാണ് ഈ സമൂഹത്തിൻ്റെ ഇന്നത്തെ ചിത്രം തന്നെ മാറ്റുന്ന തരത്തിൽ മാറ്റിയെടുക്കാൻ കഴിയും. നമുക്ക് എന്തിനാണ് ഈ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾക്കെതിരായ അസമത്വവും വിവേചനവും മറ്റും നിറഞ്ഞ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ പരിഷ്കരിക്കാനാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത്. ഭരണഘടന ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നതായി ദർശിച്ചാൽ ഞാനായിരിക്കും അത് ആദ്യം കത്തിക്കുന്ന ആൾ എന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ സാമൂഹ്യ ദർശനം
3 വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ്: സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. നിങ്ങൾ ഏത് ദിശയിലേക്ക് തിരിഞ്ഞാലും നിങ്ങളുടെ വഴിമുടക്കുന്ന നികൃഷ്ട ജന്തുവായി ജാതി ഉണ്ടാകും. ഈ ജീവിയെ കൊല്ലാതെ നിങ്ങൾക്ക് രാഷ്ട്രീയവും സാമ്പത്തികവുമായ പരിഷ്കരണങ്ങൾ സാധ്യമല്ല. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ മഹത് വചനങ്ങളാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മഹത്തരമായ സംഭാവനകൾ ചെയ്ത ആ മഹാനുഭാവന്റെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.